വയനാട് കാനന കാഴ്ചകളുടെ കനക കിരീടം ചൂടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളുടെയും വരൾച്ചയുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവിടുത്തെ കർഷകർക്ക് പറയാനുണ്ടായിരുന്നത്. വരൾച്ച കൊണ്ട് വേരറ്റുപോയ കൃഷിയുടെ ചരിത്രം തന്നെയായിരുന്നു മുള്ളംകൊല്ലി എന്ന ഗ്രാമത്തിൻ്റെതും. എന്നാൽ ബഹുവിള കൃഷിയുടെയും ഇടവിള കൃഷിയുടെയും അനന്ത സാധ്യതകൾ മനസ്സിലാക്കി മണ്ണിന്റെ മനസ്സറിഞ്ഞ് വിത്തുപാകി നൂറുമേനി വിജയം കൊയ്ത ഒരു കർഷകൻ ചരിത്രം തിരുത്തി എഴുതുകയാണ്. ഇത് റോയ് ആന്റണി എന്ന കർഷകന്റെ വിജയഗാഥ. പലപ്പോഴും വില തകർച്ച കൊണ്ട് പല കർഷകരും കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന കാലഘട്ടമുണ്ട്. അപ്പം അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരെണ്ണത്തിനെ മാത്രം ആശ്രയിക്കുന്ന കൃഷി രീതിയല്ല നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എപ്പോഴും ഇടവിള കൃഷിയിലൂടെയാണ് നമ്മുടെ ചെലവുകൾ മീറ്റ് ചെയ്യാനുള്ള പണം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇടവിള കൃഷിയിൽ റബ്ബർ തോട്ടത്തിൽ പരീക്ഷിച്ച ഒരു പ്രത്യേക ഇനം കാപ്പി കൃഷി വലിയ വിജയമായതോടെ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ റോയിയുടെ കൃഷിഭൂമി സന്ദർശിക്കുകയും കാപ്പിക്ക് ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്തു, റോയ്സ് സെലക്ഷൻ. അറബിക്ക ഇനത്തിന്റെ തന്നെ ഒരു വ്യത്യസ്തമായ ഇനമാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അറബിക്ക മുഴുവൻ ഒരു 3-4 വർഷം കൊണ്ട് അതിനൊരു ഡിസീസ് വന്ന് നശിച്ചു പോകും, ലീഫ് റസ്റ്റ് എന്ന് പറഞ്ഞൊരു അസുഖം. എന്നാൽ ഇതിന് അത്തരത്തിലുള്ളൊരു ഡിസീസ് ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറെക്കുറെ ഒരു 14 വർഷത്തോളമായ നമ്മുടെ ഈ കാപ്പി ചെടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെയില്ല. 30 മുതൽ 80% ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഉൽപ്പാദനം കിട്ടുന്നതാണ് ഈ റോയ്സ് സെലക്ഷൻ എന്ന ഈ കാപ്പിയുടെ പ്രത്യേകത. നമ്മുടെ കാപ്പിയുടെ ഒരു ബീൻ പഴുത്തതാണ്. ഇത് സാധാരണ കാപ്പിയേക്കാളും കുരുവിനേക്കാളും ഒരുപാട് വലിപ്പ വ്യത്യാസമുണ്ട്. ഇത് AA സൈസ് ബീൻ എന്നാ പറയാം. ഏറ്റവും വലിപ്പം കൂടിയ ബീനുകളായിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ ബീനുകൾ വരുന്നത്. സാധാരണ കാപ്പിയേക്കാളും വിലയും ഒരുപാട് കൂടുതലായിട്ട് കിട്ടും. 1 ഏക്കറിൽ 1500 മുതൽ 1800 വരെ ഈ കാപ്പിച്ചെടികൾ നടാമെന്നിരിക്കെ കാപ്പിയിൽ നിന്നും മാത്രം വർഷത്തിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക നേട്ടം കർഷകന് അധികമായി ലഭിക്കുന്നു എന്നത് വലിയ നേട്ടമാണ്. മറ്റ് കൃഷികൾ മാതളം ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് ചെയ്തിട്ടുണ്ട്, പപ്പായയുണ്ട്, പേരയ്ക്കയുണ്ട്, മുരിങ്ങ ചെയ്തിട്ടുണ്ട്, കാന്താരി ചെയ്തിട്ടുണ്ട്, മഞ്ഞൾ ചെയ്തിട്ടുണ്ട്, ചേമ്പ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് ചെയ്തിട്ടുണ്ട്. നെൽകൃഷി, തെങ്ങ്, കവുങ്ങ്, 4 തരം വാഴകൾ, കൊക്കോ, മാവ്, പ്ലാവ് എന്നിവയ്ക്കൊപ്പം റംബൂട്ടാൻ, അവക്കാഡോ, ഫുലാസാൻ, ലിച്ചി, പേര, ചാമ്പ, പാഷൻ ഫ്രൂട്ട്, പപ്പായ തുടങ്ങി ഫലവർഗ്ഗങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെയുള്ളത്. ഇതിപ്പോൾ ഒരു കവുങ്ങിൻ്റെ തോട്ടമാണ്. കവുങ്ങ് ഒരുപാട് ഗ്യാപ്പ് വന്ന സ്ഥലത്ത് നോക്കിയിട്ട് ചേന നട്ടിട്ടുണ്ട്, കപ്പയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചോളം, പയറ്, ചേമ്പ്, ഇത്രയും സംഗതികൾ ഈ ഒരു പ്ലോട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാംഗോസിൻ്റെ ഒരു പ്ലാന്റേഷനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിനകത്ത് നമ്മൾ ഒരു ഷെയ്ഡിൻ്റെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് കവുങ്ങ് തൈ വെച്ചിട്ടുണ്ട്. കൂടാതെ കാപ്പിയുണ്ട്, കപ്പയിട്ടിട്ടുണ്ട്. ഇനി ഇടയ്ക്കൂടെ ഓരോ നേരം വാഴയും കൂടെ വെക്കാനുണ്ട്. ഇതിന് നമ്മൾ പൊതയിടാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ തന്നെ കൊയറിൻ്റെ ഫാക്ടറിയിലുള്ള ഏറ്റവും ലാസ്റ്റ് വേസ്റ്റായിട്ട് വരുന്ന ഫൈബറിൻ്റെ ഒരു ബേബി ഫൈബർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതാണ് ഇതിൻ്റെ കംപ്ലീറ്റും ചോട്ടിൽ പൊതയിട്ട് കൊടുത്തിരിക്കുന്നത്. തൻ്റെ കൃഷിയിടത്തിൽ 1/2 ഏക്കർ വിസ്തൃതിയുള്ള ഒരു കുളവും അതിനോട് ചേർന്ന് മഴവെള്ള സംഭരണിയായി പ്രവർത്തിക്കുന്ന ഡാമും കൃഷിയിടത്തിനാവശ്യമായ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം നൽകുന്നു. ബോർവെൽ റീചാർജിംഗ് നടത്തുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് റോയിയുടെ കൃഷിയിടം. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് OWDC ആ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫെർട്ടിഗേഷൻ സംവിധാനത്തിലൂടെ, കാരണം നമുക്ക് സ്പ്രിംഗ്ലറിങ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രിപ്പ് കൊടുക്കുന്ന സമയത്ത് ആ വെഞ്ചുറി അസംബ്ലിയിലൂടെ തന്നെ ആ വളവും വെള്ളവും ഒരേപോലെ ചെടികൾക്ക് കിട്ടും. അടുക്കളത്തോട്ടങ്ങളിലും പറമ്പിലുമായി വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറി കൃഷിയിലേക്ക് കണ്ണ് പതിയാതെ പോകില്ല. പശു, ആട്, കരിങ്കോഴി, മുട്ടക്കോഴി, താറാവ്, മുയൽ എന്നിവയ്ക്ക് പുറമെ ജോഡിക്ക് 6000 രൂപ വിപണി വിലയുള്ള കൊളംബിയൻ ബ്രഹ്മ എന്ന കോഴിയിനം വരെ ഇവിടെ വളരുന്നു. ഇതിനു പുറമെ അനേകം ഒറ്റമൂലി മരുന്നുകളും ഔഷധ ചെടികളും നട്ടുവളർത്തുന്നുണ്ട്. 18 ഇനം ഞാവൽ ഉൾപ്പെടെ അന്യം നിന്നുപോയ വിവിധ സസ്യങ്ങളെയും മരങ്ങളെയും ഈ കൃഷിഭൂമിയിൽ വളർത്തി സംരക്ഷിച്ചു വരുന്നുണ്ട്. റോയിയുടെ മറ്റൊരു ചുവടുവയ്പ്പാണ് തേനീച്ച വളർത്തൽ. ഫാം കൾച്ചറും
പൂക്കളുടെയും ഇൻഡോർ പ്ലാന്റുകളുടെയും നഴ്സറിയും ഇവിടുത്തെ മറ്റൊരാകർഷണമാണ്. ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി സോളാർ വാട്ടർ പമ്പാണ് ഉപയോഗിക്കുന്നത്. റോയി എന്ന കർഷകൻ ഇന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്നത് തന്റെ നഴ്സറിയിലൂടെയാണ്. ഇവിടെയും മുഖ്യ ആകർഷണം റോയി സെലക്ഷൻ കാപ്പിത്തൈകൾ തന്നെ. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അബുദാബി പാലസിന്റെ ഫാം ഹൗസിൽ വളരുന്ന 2400 കാപ്പിച്ചെടികളിലും റോയിയുടെ കരസ്പർശമേറ്റിട്ടുണ്ട്. ഞാനൊരു ഫുള്ളി ഓർഗാനിക് സർട്ടിഫൈഡ് ഫാർമർ കൂടെയാണ്. കാർബൺ നെഗറ്റീവ് ഫാമിംഗ് കൂടെ ആയതുകൊണ്ട് നമ്മുടെ കാപ്പിയും മറ്റ് സ്പൈസസും എല്ലാ സംഗതികളും നമുക്ക് വിൽക്കാനായിട്ട് ആമസോൺ CPF ത്രൂ നമുക്കത് ചെയ്യാനൊരു സംവിധാനമായിട്ടുണ്ട്. ഒരുപാട് കർഷകർ ഞാൻ തന്നെ തൈകൾ കൊടുത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാപ്പിയും മറ്റ് സംഗതികളൊക്കെ തിരിച്ചു വാങ്ങിക്കാനും മാർക്കറ്റിൽ നിന്ന് എന്താണോ വില കിട്ടുന്നത് ആ വിലയ്ക്ക് തന്നെ അവർക്ക് വിൽക്കാനുള്ളൊരു അവസരവും കൂടിയാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനി, കർഷകരുടേതായിട്ടുള്ള ഒരു കമ്പനി രൂപീകൃതമായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സ്പൈസസും കോഫിയും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ടീം പ്ലാന്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു കമ്പനിയും കൂടെ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ കാപ്പി മൂല്യവർദ്ധിതം ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിലുടനീളം 300ഓളം ഔട്ട്ലെറ്റുകൾ ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ കീഴിലൂടെ ചെയ്യാനായിട്ട് ഒരു പുതിയ പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കോഫി ബോസ് എന്ന പേരിലാണ് ആ കമ്പനിയുടെ കാര്യങ്ങളുള്ളത്. AIFന്റെ ഫണ്ടിങ് പ്രോഗ്രാമോടുകൂടിയിട്ട് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. COVID-19 നാടിനെ നടുക്കിയപ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിച്ച കേരള സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ടൺ കപ്പ സംഭാവനയായി നൽകി മുഖ്യമന്ത്രിയുടെ നന്ദിയും പ്രശംസയും നേടിയ വ്യക്തി കൂടിയാണ് ഈ കർഷകൻ. വയനാട് മുള്ളംകൊല്ലിയിലുള്ള ശ്രീ റോയി ആന്റണി വിളവെടുപ്പിലൂടെ ലഭിച്ച 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ്. ഏകവിള കൃഷിയിൽ നിന്നും ഞാൻ ഇടവിള കൃഷിയിലോട്ട് മാറിയപ്പോഴാണ് എനിക്ക് വരുമാന വർധനവ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് ഇരട്ടിയിലധികമായിട്ടുള്ള വരുമാനം എൻ്റെ കൃഷി രീതിയിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ തുടങ്ങി. സമാന രീതിയിൽ തന്നെയാണ് എൻ്റെ കർഷകരുടെയും അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കാറുള്ളത്. കൃഷിഭൂമിയിലെ പരീക്ഷണങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയും മറ്റുള്ളവരെ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന റോയി എന്ന ഈ വയനാടൻ കർഷകൻ ഓരോ മലയാളിക്കും അഭിമാനമാണ്. ഒപ്പം വിഷമുക്തമായ ഭക്ഷണം സ്വപ്നം കാണുന്ന സമൂഹത്തിന്റെ നല്ല നാളുകളുടെ പ്രതീക്ഷയും.